നൈസിക്കായിട്ട് ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. കണ്ടോക്കിയോക്കൂ. ഇത്ര കിട്ടുന്നോ? അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ടീം നമുക്ക് എന്താ പറയുക ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കൂടുതൽ ചോദിച്ചാൽ ചിന്നഞ്ചിരിക്കിളിയാണ്. ചിന്നഞ്ചിരിക്കിളി അത് കൂടുതൽ എന്താണ് നമ്മൾ അതിലോട്ട് അഭിനയം നന്നായി ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ പാട്ടിൻ്റെ സാറുമാരും പറഞ്ഞു നൈസി നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നന്നായി എന്താ ചെയ്യണെന്നുള്ളത് മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ അറിയും. പ്രാക്ടീസ് ചെയ്തതിനേക്കാളൊക്കെ ഒത്തിരി നന്നായിട്ട് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. നൈസി വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് കളിച്ചു. അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച ടീച്ചറിനെ ഏറ്റവും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. വളരെ കൃത്യമായിട്ട് നന്നായിട്ട് ചെയ്തു. 4 ഐറ്റം നന്നായി കളിച്ചു നൈസി. നല്ല ചിരിയായിരുന്നു, നല്ല എക്സ്പ്രഷൻ ആയിരുന്നു. ചെറുപ്പം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഭരതനാട്യം കളിക്കണം. ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ യുവജനോത്സവം വരുമ്പോൾ പിള്ളേർ ചെയ്യേണ്ടത് വെറുതെ പോയിരുന്ന് കാണുകയാണ്. അപ്പം അന്ന് മുതലുള്ള ഒരു ആഗ്രഹം, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഭരതനാട്യം കളിക്കണം എന്നാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ദേ ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഗുരുവായൂരിലോട്ട് പോവുകയാണ്. എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് പഠിക്കുന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അരങ്ങേറ്റം വരുന്നുണ്ട്. അപ്പോൾ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഗുരുവായൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ്. കിഴക്കേ നടേൻ്റെ അവിടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എൻ്റെ ഒരു ഓൺലൈനായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അരങ്ങേറ്റം വരുന്നുണ്ട്. അപ്പോൾ അത് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 മാസം മുന്നേ ഇങ്ങോട്ട് ഗുരുവായൂരിലോട്ട് വന്നതാണ്. ഒക്ടോബർ 6-ാം തീയതിയാണ് അരങ്ങേറ്റം വരുന്നത്. അത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് 1 മണിക്കൂറിൻ്റെ സ്റ്റേജാണ് കിട്ടുന്നത്. ഉച്ചയ്ക്ക് ഒരു 12:30 തൊട്ടിട്ട് 1:30 വരെയാണ് നമുക്ക് സ്റ്റേജ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ പേര് നൈസി എന്നാണ്. പിന്നെ നമുക്ക് നൈസിയുടെ അരങ്ങേറ്റത്തിന് കാണാം. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു അരങ്ങേറ്റ വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് പഠിക്കുന്ന ഒരു മോളുടെ അരങ്ങേറ്റമാണിന്ന്. ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ്. തലേ ദിവസമായിരുന്നു റിഹേഴ്സൽ ഉണ്ടായിരുന്നത്. ഇന്നാണ് അരങ്ങേറ്റം. ചെറിയ കുട്ടിയല്ല, കുറച്ച് വലിയൊരാളാണ്. നൈസി എന്നാണ് പേര്. നൈസി നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ന്യൂസിലാൻഡിലാണ് ഉള്ളത്. ഏകദേശം 1 വർഷവും 2 മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ എൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ വെക്കേഷന് വരുമ്പോൾ അരങ്ങേറ്റം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നൈസി ക്ലാസ്സുകളും മാസത്തിൽ 4 ക്ലാസ് ചെയ്യുന്നിടത്ത് 8 ക്ലാസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ അരങ്ങേറ്റത്തിലോട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് റിഹേഴ്സൽ ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ തലേ ദിവസമാണ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. നമുക്ക് മാഷുമാരോടൊന്ന് ചോദിച്ച് നോക്കാം. അതായത് നൈസി കളിക്കുന്നത് 1 വർഷമായിട്ടല്ലേ ഉള്ളൂ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് കണ്ടിട്ട് അഭിപ്രായം എന്നുള്ളത് നമുക്ക് ചോദിക്കാം. പക്ഷെ എങ്ങനെയുണ്ട് നൈസി കളിച്ചത്? നമ്മളിപ്പോൾ ഇതിൻ്റെ മുന്നേയൊക്കെ ചെയ്തിട്ടുള്ള ഓൺലൈൻ സ്റ്റുഡൻസിനേക്കാളൊക്കെ വളരെ എക്സ്പ്രഷൻ വളരെ കേമായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നില്ല ചെയ്യുമ്പോൾ. ഒരു പക്ഷേ അത് പഠിപ്പിച്ചാളുടെ കഴിവും കുട്ടിയുടെ ടാലൻറ്റും കൂടി ഒരുമിച്ച് അങ്ങനെ മോജ് ചെയ്തപ്പോൾ ഫസ്റ്റില് വരില്ലേ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നേരിട്ട് അപ്പോഴല്ലേ കാണണം. ഒരു വലിയ സംഭവം നന്നായിട്ടുണ്ട് വളരെ. അപ്പം എന്തായാലും നൈസിക്ക് എല്ലാ ആശംസകളും. എങ്ങനെയുണ്ട് നൈസി ചെയ്തത്? നന്നായി ചെയ്തു നൈസി ടീച്ചർ. 5 ഐറ്റവും വളരെ ഭംഗിയുണ്ടായിരുന്നു, ഡിഫറെന്റ് ഐറ്റം. ചിന്നഞ്ചെരുക്കിളി വളരെ നന്നായിട്ടുണ്ട്. അഭിനയൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാ പ്രാവശ്യത്തെക്കാളും നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്.
പക്ഷെ എങ്ങനെയുണ്ട് നൈസ് ചെയ്തത്? മനോഹരം. നൈസിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചിരി സൂപ്പർ ചിരിയാണ്. സൂപ്പറാണ്. എല്ലാത്തിനും ചിരിച്ച് കളിച്ചു. ഒരു കുട്ടികളങ്ങനെ ചിരിക്കാറില്ല. നൈസ് പ്രത്യേകം ഭംഗിയുണ്ട് കാണാനായിട്ട്. പരിപാടി ഭംഗി. നൈസി എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ന്യൂസിലാൻഡില് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. നേഴ്സായിട്ടാണ് അല്ലേ? ഇപ്പൊ ഒരു 2 ആഴ്ചത്തെ ലീവ് ആയിരിക്കും അല്ലേ? 2 ആഴ്ചത്തെ ലീവിനായിട്ടാണ് വന്നത്. നമ്മൾ എത്ര ഐറ്റാ കളിക്കണേ? നമ്മൾ 5 ഐറ്റം കഴിക്കും. 5 ചെയ്യുന്നുണ്ട്. ഏതൊക്കെയൊന്ന് പറയൂ. ഗണപതി സ്തുതി, തോടയം, പിന്നെ ചിന്നഞ്ചിരിക്കിളിയെ, കുഴലൂതി, ദുർഗ. ഞാൻ ചിന്നഞ്ചിരിക്കിളിയെ എന്നുള്ളൊരു പാട്ട് ഇവർക്ക് കുട്ടികളെ ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പം ആദ്യമായിട്ട് നൈസിയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ എൻ്റെ ഒരു ഇതിൽ വന്നിട്ട് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ റിഹേഴ്സലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴും എല്ലാവരും നല്ല തന്നെയാണ് പറഞ്ഞത്. നന്നായിട്ട് മുഖത്ത് അഭിനയം ഒക്കെ വരുന്നുണ്ടെന്ന്. നൈസിക്ക് എങ്ങനെ നമ്മൾ പാട്ടൊക്കെ വെച്ചല്ലേ കളിച്ചാർന്നത്? ഇപ്പൊ ഇവരുടെ കൂടെ കളിക്കുമ്പോ എങ്ങനെയുണ്ട്? ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ അത് ഓക്കെ വന്നു. ഇപ്പം കുഴപ്പം തോന്നല്ലോ, ഒരു കോൺഫിഡൻസ് കൂടെ എത്തുന്നുണ്ടല്ലോ. എത്തുന്നുണ്ട്. തുടക്കം ഒരു ഗണപതി സ്തുതി മാത്രം നമുക്കൊരു ടെൻഷൻ. പിന്നെ അങ്ങനെ അതിന്റെ കൂടെ പോകും. നമുക്ക് അറിയാലോ നമ്മളത് അതേ പാട്ട് തന്നെയാണല്ലോ നമ്മൾ വെച്ച് കളിക്കണത്. അപ്പൊ പിന്നെ അതിന്റെ കൂടെ അങ്ങനെ ശരിയായി. വീട്ടിൽ ആരൊക്കെയുള്ള നൈസിലെ? എന്റെ സ്വന്തം വീട്ടില് അപ്പച്ചനും അമ്മയും 2 ആങ്ങളമാരും, പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന വീട്ടില് ഹസ്ബൻഡ്, കൊച്ച്, ഹസ്ബൻഡിന്റെ അപ്പനും അമ്മയും, ഒരു ചേട്ടനും ഉണ്ട്. മോൻ ചെറിയ കുട്ടിയാ അല്ലേ? ചെറിയ കുട്ടിയാ, 3.5 വയസ്സായിട്ടേ ഉള്ളൂ. നൈസി ഒരു വർഷം എത്രയാണ് പറഞ്ഞത് നമുക്ക് ക്ലാസ് തുടങ്ങിയിട്ട്? 1 വർഷവും ഒരു 2-3 മാസം അത്ര ആയിട്ടേ ഉള്ളൂ അല്ലെ? എന്നാലും ഇത്രയൊക്കെ പഠിച്ചെടുത്തല്ലോ. 1 വർഷമൊക്കെ നമ്മളേക്ക് നമ്മൾ അരങ്ങേറ്റൊക്കെ ആയല്ലോ. അതായത് നൈസി പഠിച്ചെടുക്കണോടും കൂടിയിട്ടാണ് കേട്ടോ. ഞാൻ പഠിപ്പിക്കുക എന്നുള്ളതല്ല, നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടിയും കൂടി നന്നായിട്ട് പഠിക്കുമ്പോഴാണ് അതൊരു അരങ്ങേറ്റം എന്നുള്ള ആവുള്ളൂ. പിന്നെ തന്നെ ഒത്തിരി വർഷമായിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ നമുക്ക് എന്ന് പറയാം, ഞാനിപ്പോൾ എല്ലാവരോടും പറയണ കാര്യം, നമ്മൾ ആ ഒരു ഗുരുവായൂരപ്പന്റെ മുന്നിൽ കളിക്കുക എന്നുള്ളത് അതൊരു ഭാഗ്യമാണ്. നമുക്കത് ചെയ്യാൻ പറ്റണത്, ആ സ്റ്റേജിൽ നിന്ന് കളിക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ ഓരോരുത്തർക്കും ഓരോ സമയം ആവണം. ഒത്തിരി പേര് കുറെ 5-6 ഐറ്റൊക്കെ പഠിച്ചവരുണ്ട്. പക്ഷെ അവരുടെ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ വരുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയാ സമയം ആവുന്നേ ഉണ്ടാവുള്ളൂ, അടുത്ത വർഷമായിരിക്കുക. അപ്പൊ ആ സമയങ്ങളിലൊക്കെ വരുമ്പോ അങ്ങനെ പറയാറുണ്ട്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ഐറ്റങ്ങൾ പഠിച്ച് പിന്നെ ഡാൻസ് നിർത്തേണ്ടി വന്നവരുണ്ട്, പ്രഗ്നന്റും ഇതൊക്കെ ആയിട്ട്. അതൊക്കെ വെച്ചപ്പോ നമ്മുടെ ഒരു ഭാഗ്യമാണ്. നൈസിക്ക് എന്തായാലും 1 വർഷം കഴിയുമ്പോഴേക്കിന് ചെയ്യാൻ പറ്റിയല്ലോ. അങ്ങനെ ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ, 5 ഐറ്റം പഠിച്ചു. അതിൽ നൈസിക്ക് ഏറ്റവും കൂടുതൽ കളിക്കുമ്പോ ഇഷ്ടം തോന്നിയ ഐറ്റം ഏതാ? 5 എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ചോദിച്ചാല് ചിന്നഞ്ചിരിക്കിളി. അത് കൂടുതൽ എന്താണ് നമ്മൾ അതിലോട്ട് അഭിനയം നന്നായി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പാട്ടിന്റെ സാറുമാരും പറഞ്ഞു നൈസി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നന്നായി എന്താ ചെയ്യണെന്നുള്ളത് മറ്റുള്ളവർക്ക് അത് കാണുമ്പോ അറിയും. അതിന് നമ്മുടെ മൊത്തം കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് വരുമ്പോ കുറച്ചും കൂടി നന്നായിട്ട്. പിന്നെ നമ്മൾ എപ്പോ ചെയ്യുമ്പോഴും നമ്മൾ എന്താ പറയാ, ആ ഒരു സ്റ്റേജ് നമ്മുടെ ആ ഒരു ചിരിച്ച മുഖം എന്നുള്ള, ഞാൻ എപ്പോഴും പറയല്ല, തുടക്കം തൊട്ടേ പറയല്ല, ആ ഒരു നമ്മുടെ ചിരിച്ച മുഖം തന്നെ എന്തുണ്ട് നമ്മൾ ആ ചെയ്യുന്നതിന്റെ ഒരു പകുതിയോളം ഒരു ഭംഗിയിലോട്ട് നമ്മളത് പോകും. അപ്പൊ നൈസി ചെയ്യുന്നത് കാണാണ്ട്. നമുക്കിനി നാളെ നമ്മുടെ മേക്കപ്പിന്റെ അവിടെ നിന്ന് വെച്ചിട്ട് അങ്ങനെ കാണാം കേട്ടോ. മാമിന് എന്റെ വക ഒരു ചെറിയ പെയിന്റിങ് ഞാൻ ചെയ്തത്. നൈസ് നന്നായിട്ട് പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് കുറെ ഇത് ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് വെച്ചിട്ട് തന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. കാണണ്ട, പോയിട്ട് റൂമിൽ പോയിട്ട് തുറന്ന് നോക്കണ്ട. എന്തായാലും നൈസി വരച്ചിട്ട് എനിക്ക് തന്നതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ നൈസി വരച്ചിട്ട് ഒത്തിരി ഫോട്ടോസ് ഇതേപോലെ സ്റ്റാറ്റസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ലൈക്കൊക്കെ ചെയ്യാറുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും നൈസി എനിക്ക് ഇങ്ങനെ ഒരെണ്ണം തന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ നൈസിക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സ്, അതേപോലെ ഓർണമെൻറ്റ്സ്, പിന്നെ മുടി, റിങ്, അങ്ങനെയുള്ള സാധനങ്ങളും ചിലങ്കയും, അതേപോലെ നമ്മൾ നൈസിക്ക് ഒരു മൊമെൻറ്റോ കൊടുക്കാറുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ചെറിയൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. അതേപോലെ നമ്മൾ നൈസിക്കായിട്ട് ഒരു നടരാജ വിഗ്രഹവും കൊടുക്കുന്നുണ്ട്. നമ്മളത് സിംഗിൾ അരങ്ങേറ്റത്തിന് കുറച്ച് വലിയൊരു നടരാജ വിഗ്രഹം കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നൈസിക്ക് നമ്മൾ ഭരതനാട്യം കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് ഈ പ്രാവശ്യവും നമ്മൾ സാരി വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് അടിക്കുന്നത്. അപ്പോൾ നൈസിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
2 ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് 2 മോഡലിൽ നമ്മൾ അടിക്കുന്നുണ്ട്. ഒരെണ്ണം നമുക്ക് ഒരു ഫോട്ടോഷൂട്ട് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒരെണ്ണം നമുക്ക് എന്താ പറയുക നമുക്ക് സ്റ്റേജിൽ കളിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കതിന് വാങ്ങിച്ചിട്ടുള്ള സാരി ഒന്ന് കണ്ടു നോക്കാം. ഇതൊരു റോയൽ ബ്ലൂ കളറായിട്ടും അതേപോലെ ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറിലോട്ട് പോകുന്നതുമാണ്. അപ്പോൾ നൈസിക്ക് ഇഷ്ടപ്പെട്ട 2 കളറുകൾ പറഞ്ഞപ്പോൾ വാങ്ങിച്ചത്. നമ്മുടെ കോഴിക്കോടുള്ള കുറച്ച് പേര് കേട്ട കുറച്ച് ഷോപ്പുകളിൽ നമ്മൾ ഒരു 3-4 ഷോപ്പിലൊക്കെ കയറിയതിന് ശേഷമാണ് നമുക്ക് ഈ നൈസിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു കളറിലുള്ളത് നമുക്ക് കിട്ടിയത്. ബ്ലൂ നമുക്ക് സ്റ്റേജിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വരുന്നത് ബോട്ടിൽ ഗ്രീൻ നമുക്ക് എന്തായാലും ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ട് നമുക്ക് കാണാം. നമുക്ക് നൈസിയുടെ ഡ്രസ്സ് കാണാം. നമ്മൾ 2 ജോഡി ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത്. അതായത് സാരി എടുത്തിട്ട് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം നമുക്ക് സ്റ്റേജിൽ അരങ്ങേറ്റ സമയത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെയുള്ള ഒരെണ്ണം വരുന്നത് നമുക്കൊരു ഫോട്ടോഷൂട്ടായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു ഫാനായിട്ട് വരുന്നത്. നമ്മുടെ ബ്ലൗസിൻ്റെ കളർ ഇതേ ഈ കളറാണ് ബ്ലൗസ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്കിവിടെ ഫ്രണ്ടിലോട്ടായിട്ട് ഉള്ള ഇതാണ്. നൈസിക്ക് ഒരു ബ്ലൂ കളറ്, അതായത് ഒരു റോയൽ ബ്ലൂ ആയിട്ട് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ കളറ് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ ബാക്ക് സീറ്റായിട്ട് നമ്മുടെ വരുന്ന ആ ഒരു ഇത്. നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ഞൊറി വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കളർ, ബ്ലൗസിൻ്റെയും പാൻറ്റിൻ്റെയും കളറോട് കൂടിയിട്ടുള്ളതാണ്. ഇവിടെ ഈ ബ്ലൂ തന്നെയാണ് നമ്മുടെ പാൻറ്റായിട്ട് വരുന്നത്. നൈസിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടൊരു കളറ് ബോട്ടിൽ ഗ്രീനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതേപോലൊരു സാരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ ഡ്രസ്സായിട്ട് വരുന്നത്. ഇതാണ് ബ്ലൗസിൻ്റെ കളറ് വരുന്നത്. നമ്മൾ ഇതിൻ്റെ പാൻറ്റൊന്നും നമ്മൾ വേറൊരു മോഡലിലാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാൻറ്റ്, അത് ഫുള്ളായിട്ട് നിവർത്തുന്നില്ല, ഇങ്ങനെയാണ് വരുന്നത്. ആ മോഡലിലോട്ട് നമ്മൾ ബാക്കിൽ ഇങ്ങനെ ഈ ഒരു ചെണ്ട് വെച്ചിട്ട് ഇതിൽ ഉണ്ടായിരുന്നില്ല സാരിയിൽ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വാങ്ങി ഇതിന് മാച്ച് ചെയ്യുന്നത് വാങ്ങിച്ചിട്ട് അവർ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർ വെച്ച് തന്നതാണ്. അപ്പോൾ ഇത് ബാക്കിലോട്ടായിട്ട് ഇങ്ങനെ നമ്മൾ വെക്കുന്നൊരിതാണ്. ഇത് നമ്മൾ ഫോട്ടോഷൂട്ടിന് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി നൈസ് ഇട്ട് നോക്കിയിട്ട് നമ്മളപ്പോൾ തീരുമാനിക്കുക ചെയ്യുക ഏതാ വേണ്ടതെന്നുള്ളത്, കളിക്കുമ്പോഴും ഒരെണ്ണം ഫോട്ടോഷൂട്ടിനായിട്ടും. നൈസിക്ക് 2 ഡ്രസ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ 2 തരം ഓർണമെൻറ്റ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓർണമെൻറ്റ്സ് നമുക്കൊന്ന് കാണാം. ഈ പ്രാവശ്യം നമ്മൾ വേറൊരു മോഡലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്ന് കുറച്ചൊരു മാറ്റമുള്ളൊരു മോഡലാണ് കേട്ടോ. ഇത് നമ്മുടെ ഹെഡ്സെറ്റാണ്, സൂര്യനും ചന്ദ്രനോടൊക്കെ കൂടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ലോങ് ചെയിനായിട്ട് ഇതാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ചെറിയ നെക്ലസ്സായിട്ട്. അതേപോലെ നമ്മളിത് മുടീൻ്റെ മേലെ റിങ് കെട്ടുമ്പോൾ, ഇപ്പോൾ അങ്ങനെ റിങ് കെട്ടാറില്ല, അതിലോട്ട് നമ്മൾ മേലെ വെക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ബെൽറ്റ് വരുന്നത്. അതുപോലെ നമ്മുടെ കമ്മൽ നമ്മൾ 2 കമ്മൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലുത് വേണമെച്ചാൽ വലുതിടുക, അതിൽ ചെറുത് ഏതാ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇടാച്ചിട്ട് നമ്മൾ 2 കമ്മൽ. പിന്നെ ഇത് അതുപോലെ പിന്നെ നമ്മൾ ക്രൗണായിട്ട് വെക്കാൻ തരത്തിൽ നമുക്ക് അങ്ങനത്തെയാണ് ഇതൊരു മാച്ചായിട്ട് കിട്ടിയത്. പിന്നെ അതുപോലെ നമ്മളൊരു 2-3 മൂക്കുത്തി എടുത്തതാണ്. ഏതാണോ ഭംഗി തോന്നുന്ന അത് വെക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളത് അങ്ങനെ 2-3 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈസിയുടെ ഒരു സെറ്റായിട്ട് വരുന്നത്. നൈസിയുടെ അടുത്തൊരു ഓർണമെൻറ്റ്സ് നമ്മൾ വാങ്ങിച്ചത് കാണാം. അത് നമ്മൾ സാധാ വാങ്ങിക്കുന്ന സെറ്റാണ്. എന്നാൽ കൂടി നമ്മൾ ഇന്നേവർക്ക് കുട്ടികൾക്ക് ഉപയോഗിച്ചതിന് ചെറിയ മാറ്റങ്ങളുള്ള ഒരു മാലയൊക്കെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റായിട്ട് വരുന്നത്. അതിൽ സൂര്യനും ചന്ദ്രനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കമ്മൽ അതിന് ഏകദേശം മാച്ച് ചെയ്യുന്ന അതുപോലത്തെ കമ്മലും ഇതുമാണ്. പിന്നെ അടുത്തത് നമ്മുടെ ബെൽറ്റ് വരുന്നത് ഒരു മയിൽ പോലെയുള്ളൊരു ബെൽറ്റ്, അങ്ങനത്തെയാണ് നമ്മൾ എടുത്തത്. അതിനോട് തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാല നമുക്ക് കിട്ടി. അപ്പോൾ ഇതും നല്ല ഭംഗിയായി തോന്നി.
പിന്നെ നമുക്കിത് മുടിയിൽ മേലെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ നമ്മുടെ ലോങ് ചെയിനിന് മാച്ച് ചെയ്തിട്ടുള്ള ചെറിയൊരു മാല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതേ മുത്തോട് കൂടിയിട്ടുള്ളത് തന്നെ. അപ്പോൾ അതാണിത്. പിന്നെ നമ്മളിത് ക്രൗണായിട്ട് ഒരു ചെറിയ മയിലിൻ്റെ തന്നെയാണ് നമുക്ക് കിട്ടിയത്, അതാണ്. പിന്നെ ഒരു 2 മോതിരം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നൈസിക്ക് രണ്ടാമതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. നൈസിക്കായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് മുടിയാണ്, പിന്നെ ചരട്, കുഞ്ചലം, അതേപോലെ നമ്മൾ പൂവ്. ഈ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കാത്തൊരു മുടിയാണിത്. നമ്മളിത് ഇങ്ങനെ വാങ്ങിച്ചിട്ടില്ല, നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇത് വെച്ചാൽ ഭംഗി ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്, പലരും വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാ മുടി വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ മേലെ വെക്കാൻ തരത്തിൽ ഇങ്ങനെ ഒരെണ്ണം കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ നൈസിക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ള ചിലങ്കയാണ്. അപ്പോൾ നമുക്ക് ചിലങ്ക ഒന്ന് കാണാം. വലുത് തന്നെയാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും വാങ്ങിക്കാറുള്ളത്, 101 മണിയുള്ളതാണ്. ഇത് നമുക്കിങ്ങനെ ബെൽറ്റ് പോലെ ഇടാനും പറ്റും, പിന്നെ അതേ ഇങ്ങനെ ഇവിടെ ഒട്ടിക്കുന്ന ആ ഒരു രീതിയുണ്ട്. നമുക്കിത് എങ്ങനെ വേണമെന്ന് ആക്കാം. ഇത് നമ്മളിനി നമ്മുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ പൂജിക്കുന്നതാണ്. എന്നിട്ടാണ് നമ്മളത് എല്ലാ മക്കളുടെയും നമ്മൾ പൂജിക്കാറുണ്ട്. എന്നിട്ടാണ് നമ്മൾ അരങ്ങേറ്റത്തിനായിട്ട് കെട്ടുക. അപ്പോൾ ഇതാണ് നമ്മൾ നൈസിക്കായിട്ട് വാങ്ങിച്ചിരിക്കുന്ന ചിലങ്ക. നമ്മുടെ സിംഗിൾ അരങ്ങേറ്റം ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ ഒരു വലിയൊരു നടരാജനെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സിംഗിൾ അരങ്ങേറ്റമാകുമ്പോൾ കുറച്ച് വലുതായിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ നൈസിക്കായിട്ട് വാങ്ങിച്ചതാണ് ഈ നടരാജനെ. അതുപോലെ നമ്മൾ എല്ലാ കുട്ടികൾക്കും നമ്മളൊരു മൊമെൻറ്റോ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നൈസിക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ നമ്മളൊരു സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് അരങ്ങേറ്റം കഴിയുമ്പോൾ കൊടുക്കാറുണ്ട്, അതാണിത്. അപ്പോൾ നമ്മൾ നൈസിക്കായിട്ട് കൊടുക്കുന്നതാണ് ഇതെല്ലാം. അതുപോലെ അരങ്ങേറ്റത്തിന് എനിക്കുള്ള ഡ്രസ്സാണ്. ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ കളറ്. ഇതാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസിൻ്റെ കളർ ഇതാണ്. നമ്മുടെ ഷോള് ഇങ്ങനെയാണ്. നമ്മുടെ ഷോള് കുറച്ച് വർക്കൊക്കെ ആയിട്ടാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഷോള് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാമൊക്കെ ഇട്ട് നല്ലപോലെ ഒരുങ്ങിയിട്ട് നമുക്ക് നമ്മുടെ അരങ്ങേറ്റത്തിന് കാണാം. നമ്മളെല്ലാ പ്രാവശ്യവും ഒരു ചെറിയൊരു കൃഷ്ണനെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യവും നമ്മളൊരു കുഞ്ഞൊരു കൃഷ്ണനെ വാങ്ങിക്കുന്നുണ്ട്. ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചൊരു കുഞ്ഞി കൃഷ്ണൻ ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. നമുക്ക് നൈസിയുടെ മേക്കപ്പൊക്കെ ഒന്ന് കാണാം. നൈസ് ഇവിടെ 2 ഡ്രസ്സാണ് ചെയ്യുന്നത്. ഒരെണ്ണം നമ്മൾ അരങ്ങേറ്റത്തിനും പിന്നെ ഒരെണ്ണം നമ്മൾ ഫോട്ടോഷൂട്ടായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ പ്രാവശ്യവും മേക്കപ്പിന് വരുന്ന മനോജേട്ടനാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. മനോജേട്ടനും മനുവുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.
നൈസി എനിക്ക് ദക്ഷിണ തരുന്നൊരു ചെറിയൊരു വീഡിയോ ഉണ്ട്. അതേപോലെ നമ്മുടെ മേക്കപ്പിൻ്റെ ഏട്ടന്മാർക്കും അതേപോലെ നമ്മുടെ പാട്ടിൻ്റെ സാറുമാർക്കും കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കാണാം. ഞാൻ കഴിഞ്ഞൊരു സിംഗിൾ അരങ്ങേറ്റം ചെയ്തത് സിനി എന്നുള്ള ചേച്ചീനെയാണ്, ഇസ്രയേലിൽ നിന്ന്. അപ്പോൾ ആ ചേച്ചി നമ്മുടെ നൈസിക്ക് ഒരു ആശംസ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. നമസ്കാരം, ഞാൻ സിനി, ഇസ്രയേലിലാണ് ജോലി ചെയ്യുന്നത്. കൈലാസ് നൃത്താലയത്തിലെ സുജിത ടീച്ചറുടെ ഓൺലൈൻ സ്റ്റുഡൻ്റാണ്. ഈ വരുന്ന ഒക്ടോബർ 6-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് അരങ്ങേറ്റം നടത്തുന്ന ന്യൂസിലാൻഡ് ന്യൂസായി ജോലി ചെയ്യുന്ന നിസി ഫെസ്റ്റിൻ എന്ന ഓൺലൈൻ സ്റ്റുഡൻറ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഏറ്റവും മനോഹരമായി തന്നെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് അരങ്ങേറ്റം നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കൈലാസ് നൃത്താലയത്തിനും കലാമണ്ഡലം സുജിത ടീച്ചർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും.
നൈസി കളിക്കുന്ന ഐറ്റങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമായി ചെയ്യുന്നത് ഗണപതി സ്തുതിയാണ്. അപ്പോൾ അതിലത്തെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. ശ്രീ ഗണേശ ശരണോ ഗജാനന ദേവ മുനിവ മണിയോ ദയാപര ശ്രീ ഗണേശ ശരണോ ഗജാനന ദേവ മുനിവ പണിയോ ദയാപര ശ്രീ ഗണേശ ശരണം നാഗാഭരണനേ നാൽമുறை പോറ്റും നാഗാഭരണനേ നാൽമുறை പോറ്റും നാഗാഭരണനേ നാൽമുறை പോറ്റും നാമനേ പരമരൂപനേ പാദം നൊന്തും രാമദാസ വരദനേ മോദക പ്രിയനേ ഗൗരീ സുതനേ പാദം നൊന്തും രാമദാസ വരദനേ. അടുത്തതായിട്ട് ചെയ്യുന്നത് തോടയമാണ്. അപ്പോൾ തോടയത്തിലത്തെയും കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. അതേപോലെ പിന്നെ ചെയ്യുന്നതാണ് ചിന്നഞ്ചിരു കിളി എന്നുള്ളൊരു ഡാൻസാണ്. ഞാനത് ഇന്നേവരേക്കും എൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് നൈസിക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നൈസി നല്ല പോലെ അഭിനയം അതിൽ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു നോക്കാം. ചെറു കിളിയേ കണ്ണുവ സെൽവകലർജിയമേ ചെറു കിളിയേ കണ്ണുവ സെൽവകലർജിയമേ ചെറു കിളിയേ കണ്ണുവ സെൽവകലർജിയമേ
അവസാനത്തെ ഒരു ഡാൻസാണ്. കുഴലൂതി മനമെല്ലാം എന്ന് തുടങ്ങുന്നതാണ്. അതാണ് നൈസി കളിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. കുഴലൂതി മനമെല്ലാം കൊള്ളൈ കൊണ്ട് കുറയേതും എനക്കേനടി സഖിയേ. കുഴലൂതി മനമെല്ലാം കൊള്ളൈ കൊണ്ട് കുറയേതും എനക്കേനടി സഖിയേ. നമ്മുടെ പാട്ടിൻ്റെ ടീമിനോട് നമുക്ക് ചോദിച്ചു നോക്കാം നൈസി ചെയ്തത് അവർക്ക് ഇഷ്ടമായോ എന്നുള്ളൊരു കാര്യം. മാഷ എങ്ങനെ ഉണ്ടായിരുന്നു നൈസി കളിച്ചത്? റിഹേഴ്സലും കുഴപ്പമൊന്നുമില്ല, കാരണം അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ചെയ്യല്ലേ സ്റ്റേജിൽ. പക്ഷെ നന്നായിരുന്നു, വളരെ കൃത്യമായിട്ട് നന്നായിട്ട് ചെയ്തു. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് എന്തായാലും. ടീച്ചർ എന്നുള്ള നിലയ്ക്ക് വളരെ അച്ചീവ്മെന്റ് തന്നെയാണ്. നല്ലൊരു പ്രത്യേകിച്ച് ഓൺലൈൻ അല്ലേ, നല്ലൊരു ആൾക്ക് പറ്റുന്ന പോലെ കളിച്ചിട്ടുണ്ട്. അതിന്റെ കാല് പിടിച്ചത് മാത്രം ഒരു ബുദ്ധിമുട്ട് കളിക്കുന്നതിന്റെ ഇടയിൽ വന്നു. അങ്ങനെ നല്ല പറഞ്ഞ പോലെ വളരെ അഭിനയവും ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശരി മാഷ്. മാഷേ എങ്ങനെ ഉണ്ടായിരുന്നു? നമസ്കാരം ടീച്ചറെ, വളരെ നന്നായി. നമ്മുടെ 4ാമത്തെ അരങ്ങേറ്റാന്ന് തോന്നുന്നു അതുണ്ട് ഞാൻ വായിക്കുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു. 4 ഐറ്റം നന്നായി കളിച്ചു. നൈസ്, നന്നായി. മാഷേ എങ്ങനെ ഉണ്ടായിരുന്നു നൈസി കളിച്ചു കണ്ടിട്ട്? നന്നായി കളിച്ചു. കാലും ഇങ്ങനെ ഇതായിട്ട് കളിച്ചില്ലേ, സമ്മതിച്ചു. നല്ല ചിരിയായിരുന്നു, നല്ല എക്സ്പ്രഷൻ ആയിരുന്നു. തുടർന്നും പഠിക്കട്ടെ, നിർത്തി പോകരുത്. നമ്മുടെ നൈസിന്റെ അരങ്ങേറ്റം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നൈസിക്ക് കളിച്ചിട്ട് എന്താ തോന്നുന്നത്? നന്നായി കളിക്കാൻ പറ്റുമോ എന്താന്നുള്ളത് നമുക്ക് നൈസിയോട് ചോദിക്കാം കേട്ടോ. എങ്ങനെയാണ്, നന്നായിട്ട് ചെയ്യാൻ പറ്റിയായിരുന്നോ? നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. കാരണം പ്രാക്ടീസ് ചെയ്തതിനേക്കാളൊക്കെ ഒത്തിരി നന്നായിട്ട് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും നൈസി ഇപ്പൊ 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരു 2-3 മാസം ആയിട്ടേ ഉള്ളൂ 1 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ നൈസിയെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ നമ്മൾ മാസത്തിൽ 4 ക്ലാസ് ചെയ്യുന്നത്, ഒരു 8 ക്ലാസ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ അരങ്ങേറ്റത്തിലോട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് നൈസിയുടെ പേരൻസിനോട് അവരുടെ അഭിപ്രായം ചോദിക്കാം. നൈസിയുടെ ഹസ്ബൻഡും ഉണ്ട്, ഒരു അനിയനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നൈസി കളിച്ചത് അവർക്ക് കണ്ടപ്പോൾ എങ്ങനെയാ, ഇഷ്ടമായോ എന്നുള്ളത് ചോദിക്കാം കേട്ടോ. നമ്മുടെ കൂടെ നൈസിയുടെ ഫാമിലി ഉണ്ട്, അച്ഛനും അമ്മയുണ്ട്, അതേപോലെ ഹസ്ബൻഡും അനിയനും മോനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നൈസി കളിച്ചത് അവർക്കൊക്കെ ഇഷ്ടമായോ എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കണ്ട്. എൻ്റെ പേര് നൈബി, നൈസിയുടെ അനിയനാണ്. ഞാൻ വിചാരിച്ചാലും നന്നായിട്ട് കളിക്കാൻ സാധിച്ചതാണ് വിശ്വാസം. ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടു. എൻ്റെ പേര് ഫെസ്റ്റിൻ എന്നാണ്, നൈസിയുടെ ഹസ്ബൻഡാണ്. നന്നായിട്ട് കളിച്ചു. ഇഷ്ടമായല്ലോ? ഞാൻ നൈസിയുടെ അപ്പച്ചനാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ലെങ്കിലും ടീച്ചർ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നറിയാം. നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരെണ്ണം എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു, അത് ഓൺലൈനിൽ കാണാൻ പറ്റുള്ളൂ. എന്നാലും കണ്ടതോടത്തോളം എനിക്ക് നന്നായിട്ട് തോന്നി, നന്നായിട്ട് കളിച്ചെന്ന് തോന്നുന്നു. പിന്നെ അതിന് സപ്പോർട്ട് ചെയ്ത ടീച്ചറിനും ടീമിനും എല്ലാവർക്കും നന്ദി പറയണം. എൻ്റെ പേര് ജിജി, നൈസിയുടെ അമ്മയാണ്. നൈസി വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് കളിച്ചു. അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച ടീച്ചറിനെ ഏറ്റവും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. പിന്നെ അവളുടെ ഒരു ആഗ്രഹമായിരുന്നു, അത് നിറവേറ്റാനായിട്ട് സാധിച്ചു. എല്ലാത്തിനും നന്ദി. ഇത് നൈസിയുടെ മോനാണ്. മോനെ കണ്ടല്ലോ. എന്താ നൈസിക്ക് എന്താ ഇഷ്ടമായോ? നൈസിപ്പോൾ ഇത്രയും നമ്മൾ കുറേ 1 വർഷമായിട്ട് നമ്മൾ പഠിച്ചിട്ട് ചെയ്യണതല്ലേ,
അപ്പോൾ ഇഷ്ടമായല്ലോ കളിച്ചത്? എനിക്കും ഇഷ്ടമായി. തൊടയെ മാത്രം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ബാക്കിയെല്ലാം നന്നായിട്ട് കളിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാല് മസിലൊന്ന് പിടിച്ചു പോയപ്പോൾ അതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ട് വന്നു അപ്പം കളിക്കാനുള്ളത്. എന്നാലും ചിന്നഞ്ചിനും അതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ചോദിച്ചത് നൈസറ ഫാമിലീൻ്റെ അടുത്താണ്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം നമ്മൾ ഓൺലൈനായിട്ടല്ലേ പഠിപ്പിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നൈസിക്ക് കളിക്കുമ്പോൾ ഇടയിൽ കാലൊന്ന് ചെറുതായിട്ട് മസിലൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ആൾക്ക് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. നമ്മൾ വേറൊരു ഡ്രസ്സും കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇനി അടുത്തതിലോട്ട് കാണാം. അപ്പോൾ നൈസിക്ക് നമുക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി. അതായത് നമ്മുടെ അരങ്ങേറ്റം ഇന്ന് ഉച്ചയ്ക്കൊരു 12:30 അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുക്കൽ കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ് ഫോട്ടോഷൂട്ടിനുള്ളതായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4-5 മണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറ ടീം എല്ലാവരും കൂടിയിട്ട് നമുക്ക് ഒരു ഫോട്ടോ നൈസിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നൈസിക്ക് ഒരു 3 ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് അത് എപ്പോഴും അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഇന്നിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നമ്മളൊരു ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണ് വെച്ചാൽ ഒരിക്കലും അങ്ങനത്തെ ഷോപ്പുകളൊന്നും ഉണ്ടാവില്ല, ഒക്കെ ലീവായിരിക്കും. ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് നമുക്ക് അവർക്ക് അങ്ങനെ ചെയ്തു തരാൻ പറ്റി. നമുക്ക് ഇവിടെ സെക്കൻഡ് ഡ്രസ്സ് മാറാനുള്ളതും അതേപോലെ അതിൻ്റെ കുറച്ച് സമയം ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ള സമയം ഉള്ളത് കൊണ്ടാണ് നൈസിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയത്. അതല്ല നമ്മൾ ഒരു ഡ്രസ്സിട്ട് നമ്മൾ അരങ്ങേറ്റം അത് മാത്രമേ ചെയ്യുന്നുള്ളൂ വെച്ചാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോ കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മളതെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലോട്ട് പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ ആ സെക്കൻഡ് ഡ്രസ്സ് ഇട്ടുള്ള ഫോട്ടോഷൂട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അത്രയും സമയം കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ഫ്രെയിം നമുക്ക് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം ആ ഒരു വീഡിയോ. അങ്ങനെ നൈസിൽ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റേജിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് 2ാമത്തെ ഡ്രസ്സാണ്. നമ്മൾ ഫോട്ടോഷൂട്ടിനായിട്ട് അങ്ങനെ ചെയ്താണ്. അപ്പോൾ രാവിലത്തെ ഡാൻസ് എന്താ പറയുക ഉച്ചയ്ക്കായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ സന്ധ്യ നേരമൊക്കെ ആയി. അപ്പോൾ നൈസിക്കായിട്ട് ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം, എന്നെടുക്കട്ടെ. ഫോട്ടോ ആണ്, കണ്ടോക്കിയോക്കൂ. ഇത്ര കിട്ടുന്നോ?
നമ്മുടെ നൈസിയുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ടീം നമുക്ക് എന്താ പറയുക ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇതടുത്തൊരു ഫോട്ടോ ആണ്. ദേവതരണം കൂടി. ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. നൈസിക്ക് ഞാൻ മൊമെൻറ്റോയും നടരാജ വിഗ്രഹവും സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അരങ്ങേറ്റത്തിൻ്റെ ഒരു വീഡിയോ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ അരങ്ങേറ്റം വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അപ്പം അങ്ങനെ നൈസറുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. നൈസറുടെ വീട്ടിലേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും സന്തോഷമായോ? നല്ല സന്തോഷമായി. കാരണം ചെറുപ്പം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഭരതനാട്യം കളിക്കണം. ഞാൻ കളിയുടെ സ്കൂളിലൊക്കെ യൂണിവേഴ്സൊക്കെ വരുമ്പോൾ പിള്ളേർ ചെയ്യേണ്ടത് വെറുതെ പോയിരുന്ന് കാണുകയാണ്. അപ്പം അന്ന് മുതലുള്ള ഒരു ആഗ്രഹം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഭരതനാട്യം കളിക്കണം. സാധിച്ചാൽ നമുക്കത് ഞാൻ എല്ലാവരും പറയാറുണ്ട്. കാരണം പല ഏജിലുള്ള ആളുകൾ കളിക്കുന്നുണ്ടല്ലോ, പറയാറുണ്ട് ഒരു സമയമാകുമ്പോൾ പിന്നെ നമ്മളൊക്കെ ഗുരുവായൂരത്തിൻ്റെ അടുത്ത് വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് ചെയ്യാനൊരു ഭാഗ്യം വേണം. അപ്പോൾ അവർ സമയമാകുമ്പോൾ വന്ന് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. എന്തായാലും നൈസിക്ക് ഇപ്പോൾ ഒരു വർഷം ആകുമ്പോഴേക്കും വന്ന് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പം എന്തായാലും പറ്റുന്ന പോലെയൊക്കെ കളിച്ചിട്ടുണ്ട്, നന്നായിട്ടൊക്കെ ഉണ്ട്. എല്ലാവരും നല്ലതെന്നെ പറയുകയും ചെയ്തു. അപ്പം താങ്ക് യു സോ മച്ച്. ഈ പരിപാടിയൊക്കെ അതുണ്ട്. ഇനിയും വന്ന് ചെയ്യാലോ, അവർക്ക് എപ്പോഴും വന്ന് ചെയ്യാലോ. Thank you.